ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിക്കലിലെത്തി. ഈ മാസം അവസാനമോ ഡിസംബർ ആദ്യ ആഴ്ചയോ വോട്ടെടുപ്പ് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ. മുന്നണികൾ എന്തായാലും അരയും തലയും മുറുക്കി നിൽപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കെ ശബരിനാഥനെ തന്നെ ഇറക്കി കോൺഗ്രസ് ഒരു മുഴ മുന്നേ എറിഞ്ഞു നിൽപ്പാണ്. മുൻ MLA ശ്രീ കെ ശബരിനാഥ്, അദ്ദേഹം അരീക്കര ഏതാണ്ട് ഒരു ബൈ ഇലക്ഷനും പൊതു തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. തൊട്ടടുത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റാണ് തദ്ദേശം എന്നതുകൊണ്ട് തന്നെ കരുതലോടെയാണ് മുന്നണികളുടെ ഓരോ ചുവടുവയ്പ്പുകളും. ലോകത്തിന്റെ മുന്നിൽ മലയാളിയുടെ അഭിമാനമായി കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് പ്രധാന പ്രചാരണായുധമാക്കാനാണ് LDFന്റെ തീർപ്പ്. ഒപ്പം മിനി ബജറ്റ് കണക്കെ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർധന അടക്കമുള്ള ജനകീയ പ്രഖ്യാപനങ്ങളും കരുത്തു പകരുമെന്നും കണക്കുകൂട്ടുന്നു. ദേശീയപാത വികസനം, വ്യവസായ സൗഹൃദ സംസ്ഥാനം തുടങ്ങിയ നേട്ടങ്ങൾ മധ്യവർഗത്തെ ഒപ്പം നിർത്താൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ പിണറായി കാലത്തെ വിവാദങ്ങളെല്ലാം രാഷ്ട്രീയ ആയുധങ്ങളാക്കി മൂർച്ചയോടെയാണ് പ്രതിപക്ഷം കളത്തിലിറങ്ങുന്നത്. അതിൽ തുടർച്ചയായി വർഗീയത മാത്രം സംസാരിക്കുന്ന വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തിയും ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നായർ വിഭാഗത്തിലേക്ക് തിരിച്ചിറങ്ങാൻ നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ശബരിമല സ്വർണ്ണക്കൊള്ള, PMC വിവാദം തുടങ്ങി പ്രാദേശിക റോഡ് പ്രശ്നങ്ങൾ വരെ പ്രചാരണ ആയുധങ്ങളാക്കി LDFനെ പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷത്തിന് നീക്കം. തദ്ദേശം ആര് പിടിക്കും?